ഹായ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ അമ്മനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ ഓർമ്മയിൽ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല അമ്മയുടെ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കും വലിയ ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു. അപ്പോൾ ഞാനങ്ങനെ അമ്മനോട് ഇന്ന് വേഗം തന്നെ വരാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം അമ്മ വരില്ല എന്നൊക്കെ പറഞ്ഞു, എന്നാലും അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നിട്ടാണ് നമ്മുടെ തക്കാളിച്ചോറും ചിക്കൻ വറുത്തതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈകുന്നേരമാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4-4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ സൂചേട്ടനോട് ഒരു കുഞ്ഞു കേക്ക് മേടിച്ചിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ മേടിച്ചിട്ട് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രം. നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഇന്ന് അങ്ങനെയൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, അപ്പം ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളൂ. അമ്മ തുമ്പി ഉറങ്ങുവാണ്. സുക്രുവിൻ്റെ അടുത്ത് അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മ ചായ കുടിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ അതേ പണിയൊക്കെ തുടങ്ങാൻ പോവാണ്. ചിക്കനൊക്കെ മേടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ എന്നറിയില്ല, ഇവിടെ നിറയെ ഈച്ചയാണ് കേട്ടോ. ഫുൾ ഈച്ചയാണ്. എന്താണെന്നറിയില്ല, നമ്മൾ വേസ്റ്റൊന്നും ഇപ്പോൾ സാധാരണ ഒരു വീട്ടിലുള്ള വേസ്റ്റൊക്കെ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ വേസ്റ്റൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടെ ഫുൾ ഈച്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സൂചേട്ടൻ മറ്റേ പുൽത്തൈലം കൂട്ടത്തൊരു സംഭവം കൊണ്ടുവന്നു. അതിട്ട് ഫുള്ള് തുടച്ചിട്ടും ഈച്ച ഞാൻ പോവില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര എനിക്ക് ഭ്രാന്താണ് കയറുക. കാരണം ഈച്ച ഇങ്ങനെ മൊത്തം ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഈച്ച അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. ഫുൾ ഈച്ചയാണ് എന്ന് വെച്ചാൽ ഫുൾ ഈച്ചയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൈമേക്ക് ഈച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻ ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് പെട്ടെന്ന് പണികളൊക്കെ തുടങ്ങുന്നത് കേട്ടോ. ചിക്കനൊക്കെ രാവിലെ തന്നെ സൂചിയേട്ടൻ മേടിച്ച് തന്നിട്ടാണ് പോയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തക്കാളിച്ചോറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിച്ചോറിന് കോമ്പിനേഷൻ എപ്പോഴും കറിനേക്കാളും ചിക്കൻ വറുത്തതും അതേപോലെ തന്നെ സലാഡും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറെ നാളായി ഇത് ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് തന്നെ ഫിക്സ് ചെയ്തിട്ടാ. അപ്പൊ അതെ, അതിനുള്ള ഐറ്റംസ് ഒക്കെ സൂചേട്ടൻ രാവിലെ തന്നെ മേടിച്ചിട്ടാണ് പോയത്. അതുകൂടാതെ തന്നെ പിന്നെ പഞ്ചസാരയൊക്കെ വീട്ടിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറെ അൽക്കുറത്ത് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ട് പിന്നെ ഞാന് ഈ മഴയത്ത് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് സൂചേട്ടൻ പോയത്. അപ്പൊ ദേ അമ്മ അടുക്കളയിലോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനത്തെ ചിക്കനൊക്കെ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് മുളക് പുരട്ടി വെക്കാലോ എന്ന് വിചാരിച്ചു. മുളക്, മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് നമ്മൾ സാധാരണ വറുക്കുന്ന പോലെ തന്നെ. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ തൈര് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് പരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വറുത്താൽ മതിയല്ലോ. ഇപ്പോഴേ വറുത്ത് വെക്കുന്നില്ല. ഇപ്പോഴേ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചൂടാറുമല്ലോ. അപ്പൊ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ഗ്രീൻ കളർ വന്നിട്ടുള്ളത്. പിന്നെ ചിക്കൻ വറുക്കുമ്പോൾ എപ്പോഴും ഒരു ടീസ്പൂൺ നമ്മൾ തൈര് ചേർക്കാട്ടോ. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ടേസ്റ്റ് തന്നെ വരും കേട്ടോ. അപ്പൊ അത് നല്ലോണം മിക്സ് ചെയ്തിട്ട്, ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ, മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉപ്പുമുളകൊക്കെ നല്ലോണം നമ്മുടെ ഇറച്ചിയിൽ പിടിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു സലാഡ്, അതിൽ സവാള ഉണ്ട്, ഒരു പച്ചമുളക്, പിന്നെ തക്കാളി, മല്ലിയില എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സമൂസ ഞാൻ പുറത്തു പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പിള്ളേർക്ക് ചായയൊക്കെ കൊടുത്തിരിക്കാനാട്ടോ. അപ്പോൾ അതേ ഞാൻ സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി ചോറിനുള്ള. ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതേ അരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അതിനാവശ്യമുള്ള സവാള, തക്കാളി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഐറ്റംസ് ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട, കറ്റോലം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടാൽ മതിയല്ലോ. ഇതിൽ ഞാൻ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ. അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അതിനുശേഷം നെയ്യ് നന്നായിട്ട് ഇടാം കേട്ടോ. നെയ്യ് ഇത്തിരി കൂടി നിൽക്കണം, എന്നാലാണ് ഈ ഒരു ചോറിന് നല്ല ടേസ്റ്റ് വരാം. അപ്പൊ ഇതേ നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള വെള്ളം, ഇപ്പൊ നമ്മൾ 2 ഗ്ലാസ് ആണ് അരി എടുക്കുന്നെങ്കിൽ നേരെ ഇരട്ടി വെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഈ തക്കാളി ചോറ് കുറച്ച് കുഴഞ്ഞായിരിക്കും ഇരിക്കുക, അതാണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഈ ഒരു സ്പൈസസ് ഇടാം കേട്ടോ. അപ്പൊ എന്നിട്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇടാം കേട്ടോ. നമ്മൾ പട്ടാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് കൂടുതലായിട്ട് ഇടാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇടാം. വെളുത്തുള്ളി, സവാള, വേപ്പില, മല്ലിയില, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇടാം കേട്ടോ.
നന്നായിട്ട് വഴറ്റണം. ആ ഒരു വഴറ്റുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നത്. പിന്നെ അതേ ഞാൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തുമ്പിമോള് സുക്രുമണി എല്ലാവരും വന്ന് ഒന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേ അതിന് ശേഷം ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്, പുതിനയിലയും കൂടി ഇടണം കേട്ടോ. പക്ഷെ പുതിനയില കിട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇട്ടില്ല. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇപ്പൊ ഉപ്പിട്ടിട്ട് പിന്നെ അവസാനം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടി ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ദേ ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടും കേട്ടോ. അപ്പൊ അതിനുശേഷം ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഇടൂല, മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല. ഞാനിത് നമ്മുടെ പേളിമാനയുടെ തക്കാളി ചോറ് ഇൻസ്പിറേഷനിലാട്ടോ ചെയ്യുന്നത്. ആ വീഡിയോ ഞാൻ ഒന്നും കൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇതായിട്ട് കിട്ടും. അപ്പൊ ഞാൻ 3 തക്കാളി അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചോറിന്റെ വേവിന് ഒരു പ്രശ്നം വരും. ഇത് നന്നായിട്ട് നല്ല കുറുക്ക് പോലെ വറ്റിച്ചെടുക്കണം, എന്നാലാണ് അതിന്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരാം. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ് കേട്ടോ. അതേ ഈച്ച പറക്കണ കണ്ടില്ലേ, ഫുള്ള് ഈച്ചയാണ്. എന്താണെന്നറിയില്ല, പാടത്തിന്റെ സൈഡാണ് നമ്മുടെ വീട്, അതുകൊണ്ടാണോന്ന് അറിയില്ല. അപ്പുറത്തെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, അപ്പൊ അപ്പുറത്തെ വീട്ടുകാർക്കും ഈച്ചയാണ്. അപ്പൊ ഈച്ചനെ കളയാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ പറഞ്ഞു തന്നേ പറ്റൂ, കാരണം അത്രക്ക് ഈച്ചയാണ്. പുൽത്തൈലൊന്നും ഇട്ടിട്ട് വലിയൊരു ഇതില്ല. പിന്നെ ഡെറ്റോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറ്റോളിന് ഒരു ആസ്പത്രി മണം വരുന്നുണ്ട്, എനിക്കത് ഇഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ഓരോ പാത്രങ്ങൾ അപ്പപ്പ കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ പണി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ സ്ലാബൊക്കെ തുടച്ച് ഇതാക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ അവിടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. തുമ്പുമ്മക്ക് നേരിയ ഒരു വയ്യായികയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ ഇടയ്ക്കിടയ്ക്ക് ഇടയുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ചോറൊന്നും ഉണ്ടാക്കാൻ നമുക്ക് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതൊരു രസമല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഫുള്ള് പ്രിപ്പറേഷൻ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് വേവാൻ വെച്ച നേരം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടാ. അതിനുശേഷം നമ്മൾ ദേ നോക്കി ഇങ്ങനെ ഇങ്ങനെ വറ്റി 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 വരുന്നുണ്ട്. അപ്പൊ ഇതായിട്ടില്ല, കുറച്ചും കൂടെ ആവണം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ തീ സിമ്മിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. കാരണം നോൺ സ്റ്റിക്ക് ആയാലും അടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ പെരയും കൂടെ അടിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അടുക്കള വെച്ച് ബാക്കി എല്ലാതും അമ്മ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അടുക്കള മാത്രം അടിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനത്തെ നമ്മളെപ്പോഴും പാത്രങ്ങളും എല്ലാം അടിച്ചതാണെങ്കിലും നമ്മൾ കിച്ചണിലെ പണിയൊക്കെ കഴിയുമ്പോൾ എന്തായാലും അടുക്കളയിൽ എന്തായാലും കച്ചറ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കളയാനുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ദേ ഞാന് ഇടക്കിടക്ക് ഇത് തുറന്നു നോക്കുന്നുണ്ട്. നമ്മ എപ്പോഴും നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒക്കെ വറ്റി വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വറ്റി വരുമ്പോൾ നമ്മൾ അപ്പുറത്ത് തന്നെ നമ്മുടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ കൊഴിക്കുന്നുണ്ട്. ഏകദേശം ഫുൾ തന്നെ ആയിട്ട് എന്റെ പാത്രങ്ങൾ വലിയ വലിയ പാത്രങ്ങളൊന്നുമില്ല, ഇത്രയും വലുത് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ. പക്ഷെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അരി കഴുകി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മള് ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ലോണം തിളപ്പിക്കുക. അതിനുശേഷം പുറത്ത് നല്ല മഴയാണെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം നമ്മൾ സിമ്മിലിട്ടിട്ട് തന്നെ ഞാൻ അപ്പുറത്തോട്ട് പോയി ഇങ്ങനെ കുറച്ചു നേരമൊക്കെ ഇരുന്നു. അതിനുശേഷം നമ്മുടെ ചോറ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോറ് നമ്മൾ ഇറക്കി വെച്ചതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അപ്പൊ കുറച്ച് ഇങ്ങോട്ട് ഇട്ടതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത്. അത് സാരമൊന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ വേറൊരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു പാൻ നല്ല വലുതാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ കളിക്കാൻ മതി. ഇപ്പൊ എന്റെ വലുതല്ലാത്തതുകൊണ്ട് ഞാനൊരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ തക്കാളിച്ചോറ് കഴിഞ്ഞപ്പോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ഒന്ന് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിളക്കൊക്കെ കത്തിച്ചു. നമ്മുടെ കട്ടപ്പ അപ്പുറത്തെ പറമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സൂചേട്ടൻ വന്നിട്ടാണ് ഇങ്ങോട്ട് മാറ്റി കെട്ടാനായിട്ട് കേട്ടോ. പോത്തുകൾക്ക് മഴ ഇഷ്ടമുള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സൂചേട്ടൻ വന്നിട്ട് അപ്പൊ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മക്ക് അറിഞ്ഞൂടാ കേക്ക് കൊണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഇത് കൊണ്ടെന്ന് ഞാൻ ഉള്ളിലേക്ക് കടന്നപ്പോ തന്നെ അമ്മക്ക് ഏകദേശം ഒന്ന് കത്തി, ഇങ്ങനത്തെ വലിയ കിറ്റ് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, ഇപ്പൊ എന്തോ ഒരു വശപ്പിശകൊക്കെ തോന്നി. അപ്പൊ ഞാൻ അപ്പുറത്ത് അമ്മ തുണി വിരിക്കാൻ നേരത്തെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഞാൻ കേക്ക് മുറിക്കാൻ വാന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ നോക്കാണ്. അമ്മ വീട്ടിലിടുന്ന നൈറ്റൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ അമ്മക്കൊരു എന്ന് വെച്ചാല് നമുക്ക് നല്ല വണ്ണമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊക്കെ വരാനായിട്ട് നമുക്ക് വളരെയധികം ഒരു മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വണ്ണം എല്ലാവർക്കും ഉള്ളതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ അമ്മ പറയണ്ട് എന്നെ ഷൂട്ട് ചെയ്യല്ലേ എന്ന്. അപ്പൊ അതേ സൂചേട്ടനെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാട്ടോ. അപ്പൊ അമ്മ ഓരോ കോമഡികളൊക്കെ പറയണോണ്ട് ഇങ്ങനെ എനിക്ക് ചിരി വരുന്നുണ്ട്.
അവരുടെ സുക്രുവിന്റെ ബർത്ത്ഡേ ആണെന്നാണ് സുക്രു വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വളരെയധികം സന്തോഷമായിട്ടാ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കേക്ക് മുറിയൊന്നും ഇല്ല. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അമ്മ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓർത്തു വെക്കും. അമ്മയുടെ ബർത്ത്ഡേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ ഒരു ഓർമ്മ ഉണ്ടായില്ല, ഇന്ന് രാവിലെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പൊ ദേ കേക്കൊക്കെ കൊടുത്തു. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞിട്ടാ. അതിനുശേഷം ദേ ചിക്കനൊക്കെ വറുക്കാനായിട്ട് തുടങ്ങിയിട്ടാ. അപ്പൊ അമ്മ ചിക്കൻ വറുക്കാനൊക്കെ ഇട്ടു. അപ്പൊ അമ്മ പറയണാണ് എനിക്ക് ഭയങ്കര സന്തോഷായി എന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ല. അപ്പൊ ദേ ഞങ്ങള് ചിക്കനൊക്കെ വറുത്തു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അത് എല്ലാവരും ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.